ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉണ്ണിയപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിന്ന് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പഴം ചേർക്കുകയോ അരിയരച്ച് ചേർക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് വെള്ള റവയും മൈദയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ണിയപ്പം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഉണ്ണിയപ്പം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തീയൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 400 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉടച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറച്ചു നേരം മാറാനായിട്ട് വെക്കണം. ഇപ്പോൾ ഉരുക്കിയ ശർക്കര ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളറവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ മൈദയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അധികം ചേർക്കാൻ പാടില്ല, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാ ശർക്കരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. എനിക്ക് ഈ ഒരളവിലേക്ക് 400 ഗ്രാം ശർക്കരയുടെ മധുരം കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ഈ ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ആറിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ഭാഗം ആകുന്നവരെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം എല്ലാ കുഴിയിലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം തന്നെ ഇതൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഉണ്ണിയപ്പമൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈസി ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.